നമ്മളിപ്പോൾ ശരിക്കും ഒരു 5%, 10% ഒക്കെ നിയമസഭയിലും പാർലമെന്റിലേക്കും ഒക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യമുള്ളൂ. ഇങ്ങനെ തദ്ദേശത്തിൽ ഒരു 50% വരെയൊക്കെ വരും അല്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ കുറേ അധികം സ്ത്രീകൾ ജയിച്ചു വരികയും ചെയ്തു. നല്ല കാര്യമാണ്. ചിലർ വളകിലിക്കും എന്നൊക്കെ പറഞ്ഞ് ഇതിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ വളകിലിങ്ങുന്നല്ല, ഒരു ഗൗരവമായ സ്വരം കിലിങ്ങുന്നു എന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക്, താങ്കളൊക്കെ അഴിമതിക്കെതിരെ ശബ്ദിച്ച് പരിചയമുള്ള ഒരാളാണ്, എന്തായിരിക്കും ഈ സ്ത്രീകൾ അധികാരത്തിൽ വന്നുള്ള നിലപാട്? പൊതുവെ ഒരു ചെറിയൊരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാകുമോ? എനിക്ക് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഇല്ല. ഒരുപക്ഷെ സാർ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരു 15 years ബാക്ക് ആണെങ്കിൽ അന്നേരം ഒരുപക്ഷെ ഈ ഇരിക്കുന്ന എല്ലാവരും പെട്ടെന്ന് പറഞ്ഞ ഉത്തരവുണ്ട് മാറ്റം വരും എന്ന്. പക്ഷേ ഈ 10-15 വർഷം കൊണ്ട്, കഴിഞ്ഞ കുറെ കാലങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്ന, ഉറപ്പായിട്ടും ഒബ്സർവ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് സ്ത്രീകളിൽ ഒരു മൊറാലിറ്റി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ പറഞ്ഞൊരു സുപ്പീരിയോറിറ്റി, അവരുടെ മോറൽ വാല്യൂസിനായാലും അവരുടെ വാല്യൂസ് എത്തിക്സിനൊക്കെ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട് എന്നൊരു പോയിന്റിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് അഡ്മിനിസ്ട്രേഷന് ഉറപ്പായിട്ടും വേണ്ടത്. അപ്പോൾ അതിൽ 50-50 എന്ന് പറയുന്ന തീർച്ചയായിട്ടും ആ ഒരു പ്രപ്പോർഷനിൽ തന്നെ കാര്യങ്ങൾ പോകണം. എങ്കിലേ നമ്മൾ ഈ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ നാടിൻ്റെ ജനങ്ങളുടെ എല്ലാ കാര്യത്തിലാണെങ്കിലും ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. നമ്മുടെ കണ്ണുകളിൽ പെടാത്ത, നമ്മളുടെ കാഴ്ചകൾക്ക് അതീതമായ, നമ്മളുടെ ചിന്തയ്ക്ക് അതീതമായ, കാഴ്ചപ്പാടുകൾക്ക് അതീതമായ ഇടങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കുന്ന, സ്ത്രീകൾക്ക് കാണാൻ സാധിക്കുന്ന ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റും. പുരുഷന്മാർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഈ പറഞ്ഞ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. സോ ഈ പറഞ്ഞ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ബെറ്റർ സ്ത്രീകൾക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഒരു തരത്തിലും സുപ്പീരിയർ ആണ് എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്ക്. ഞാൻ സുപ്പീരിയർ അല്ല ഉദ്ദേശിച്ചത്. ശ്രീദേവി കുഞ്ഞമ്മ ശരിക്കും ഈ രാഷ്ട്രീയം കൂടി വിട്ടാൽ വേറെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഫുൾ ടൈം പൊളിറ്റീഷ്യനാണ്. 24 മണിക്കൂർ. അതെ അതെ. സമയം തികയോ? സമയം തികയുന്നില്ല സർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.